ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള മനസ്സിലെ കിളി എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ 1-2 പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്നുള്ള യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. മരങ്ങളിൽ കുടി പാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ. ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല അല്ലേ, നമുക്കും ഇഷ്ടമാണ് എന്ത് ഇത്തരത്തിലുള്ള പക്ഷികളെയും ജീവികളെയും ഒക്കെ കാണാനല്ലേ. വലിയവർക്കും ഇഷ്ടമാണ്, ചെറിയവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഹജീവികളോടുള്ള ഒരു ഇഷ്ടത്തെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ് ഇത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. മനസ്സിലെ കിളി. വേനൽ അവധിക്കാലം വന്നു. പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല. എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. കാരണം കിളികളുടെ കലപില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത്. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികൾ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 1, 2, 3 ഇങ്ങനെ ഓരോന്നിനെയായി പിക്ലു എണ്ണി തുടങ്ങി. അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന് വെളിയിൽ എത്തി. പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള 2 മൈനകൾ അവൻ്റെ തലക്കുമുകളിലൂടെ പറന്നുപോയി. പിക്ലുവിന് സന്തോഷമായി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി. ആഹ്ലാദം കൊണ്ടു തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു. സൂര്യൻ മുന്നോട്ടു പോയി. രാത്രിയായി. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്നു പിടക്കുന്നു. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ആരാണ് അതിനെ ചങ്ങലക്കിട്ടതെന്ന് പിക്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അമ്മയോട് ചോദിക്കാൻ അവൻ ഓടി. തൻ്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചുകൊണ്ടുവന്നത്, അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത്. ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ പക്ഷിയെ ഓർത്ത് പിക്ലുവിന് സങ്കടമായി. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു. പെട്ടെന്ന് അവനൊരാശയം തോന്നി. ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷിക്കൂട് തുറന്നു. കൂട് തുറന്ന ഉടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി. പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പു പുരട്ടി. മൈനയ്ക്ക് ആശ്വാസം തോന്നി. അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു. ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി. ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്ന് കളിക്കാനും തുടങ്ങി. പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു. പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത് ചാടി. ഒടുവിൽ മൈന പറന്നുപോയി. നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നുപോയി. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിൽ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദത്താൽ ഇളകിമറിഞ്ഞു. എല്ലാവരും സന്തുഷ്ടരായി കണ്ടു. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ? അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ? അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു. അവൻ പുറത്തേക്കോടി. താൻ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു. പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു. സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ഹായ് ഹായ് ഹൂയ്. ആഹ്ലാദത്തിമർപ്പിലവർ ആറാടി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി. മനസ്സിലെ കിളി ബിമലേന്ദ്ര ചക്രവർത്തി. ഓക്കെ, അപ്പോൾ ഇത് ഒരു കുട്ടി അല്ലേ, പിക്ലു എന്നുള്ള കുട്ടിക്ക് പ്രകൃതിയോടും അതുപോലെ തന്നെ ജീവികളോടുമുള്ള ഇഷ്ടവും സഹാനുഭൂതിയും കരുതലും കരുണയും ഒക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ കാണാൻ കഴിയുന്നത് അല്ലേ. മാത്രമല്ല സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വലിയ ചിന്തയാണ് നമുക്ക് മുന്നിലിട്ട് തരുന്നത്. അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും പക്ഷികളെയും മൃഗങ്ങളെയും മറ്റുമൊക്കെ കൂട്ടിലടക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നുമുള്ള ഒരു ആശയവും നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് വായിക്കാൻ പറയാമെന്ന പ്രവർത്തനമാണ്. പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരൊക്കെയായിരുന്നു?
കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിക്കിലുവിന് എതിരേറ്റത്. ഇവിടെ പിക്ക് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ലു എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം പിക്കിലു എന്നുള്ളത് ഒരുമിച്ച് എഴുതുമ്പോൾ പിക്കിളു എന്നായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരത് ഒരുമിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച എന്തായിരുന്നു? എന്ത് കാഴ്ചയെ കണ്ടത്? ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടക്കുന്നതാണ് അടുത്ത ദിവസം അതിരാവിലെ അവൻ കണ്ടത്. ആ മൈനയുടെ ഒരു കാല് ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. അതായിരുന്നു പിക്കിലു കണ്ടിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തേത്, കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? പിക്കിലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുറച്ച് തൈലം പുരട്ടി. അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യമാണ്, എന്നാൽ പിക്കിലു ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? എന്തുകൊണ്ടാണ് പിക്കിലു ദുഃഖിതനായത്? എന്തായിരുന്നു? താൻ കൂട് തുറന്ന് പറത്തിവിട്ട മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് അവൻ ദുഃഖിതനായത്. അവസാനത്തെ ചോദ്യം അഞ്ചാമത്തേതാണ്, പിക്കിലുവിന്റെ സന്തോഷാനുഭവം എന്തായിരുന്നു? കാരണം അവനക്ക് സന്തോഷം തോന്നാൻ കാരണം എന്താണ്? അവൻ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിൽ ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൾ സന്തോഷമായി. തന്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം അവനിൽ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നോക്കാം. കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഒന്നാമത്തേത്, പിക്കിലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവും? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കിളികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും പിക്കിലുവിന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവധിക്കാലമായിരുന്നിട്ടും അവൻ അതിരാവിലെ ഉണർന്ന് പൂന്തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ പൂന്തോട്ടത്തിലെത്തിയ അവൻ കിളികളെ ഒന്നും കണ്ടില്ല. അവന്റെ ചേട്ടൻ ഒരു മൈനയെ കൂട്ടിലിട്ട് അതിന്റെ ഒരു കാൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവന്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത്. ഇത് അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അവന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പിക്കിലുവിന്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിക്കിലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ചു പറത്തിവിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്കിലു ശ്രദ്ധിച്ചു. അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. അതോടെ അവന് സങ്കടമായി. കിളികൾ വാനിൽ പറന്നു നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് അവൻ. അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവൻ യോജിക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിനെ കെട്ടഴിച്ചു വിട്ടത്. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് എഴുതാം. കാരണം കൂടെ വ്യക്തമാക്കണം. അപ്പോൾ യോജിക്കുന്നില്ല എന്ന് എഴുതുകയാണെങ്കിൽ പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത് അവയെ കൂട്ടിലടച്ചല്ല. പക്ഷികളും പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളെ പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം അവർക്കുമുണ്ട്. അവയെ കൂട്ടിലടക്കുമ്പോൾ മറ്റു പക്ഷികളോട് കൂടാനും സ്വതന്ത്രമായി പറക്കാനുമുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്തത് പേരിന് പകരം പദം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. പിക്കിലു അതിരാവിലെ തന്നെ ഉണർന്നു. പിക്കിലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ പിക്കിലു പക്ഷികളെ തിരഞ്ഞു. പലതരം പക്ഷികളെ പിക്കിലു കണ്ടു. ഓരോരുത്തരായി പിക്കിലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ പിക്കിലുവിന്റെ തലക്കു മുകളിലൂടെ പറന്നുപോയി. പിക്കിലു ആനന്ദത്തോടെ കൈകൊട്ടി. പിക്കിലു അതിരാവിലെ തന്നെ ഉണർന്നു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു. ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റി എഴുതുക. മാറ്റി എഴുതുമ്പോൾ ഉപയോഗിച്ച പദം ഏതാണ്? ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. എങ്ങനെ എഴുതാം നമുക്ക്? പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ അവന്റെ തലക്കു മുകളിലൂടെ പറന്നുപോയി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. ഇങ്ങനെ എഴുതാം. ഇവിടെ മാറ്റി എഴുതിയപ്പോൾ പിക്കിലു എന്നതിന് പകരം നമ്മൾ അവൻ, അവനെ, അവന്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പേര് ആവർത്തിക്കാതിരിക്കാൻ ഈ പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വ്യത്യാസം തിരിച്ചറിയാമെന്ന പ്രവർത്തനം ആണ്. പിക്കിലു ദുഃഖിതനായിരുന്നു. അമ്മ ദുഃഖിതയായിരുന്നു.
അവർ ദുഃഖിതരായിരുന്നു. അവിടെ ദുഃഖിതനായിരുന്നു, ദുഃഖിതയായിരുന്നു, ദുഃഖിതരായിരുന്നു, ഇതാണ് അടിവരയിട്ട പദങ്ങൾ. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടുകാരെ മാറ്റം എന്ന് പറയുന്നത്? ഒന്ന് ദുഃഖിതനായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അവിടെ എന്താണ്? ഇത് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്. പിക്കിലു ആൺകുട്ടി ആയതുകൊണ്ടാണ് ദുഃഖിതൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ദുഃഖിതയായിരുന്നു എന്നുള്ളതാണ്. ഇത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു. അമ്മ സ്ത്രീ ആയതുകൊണ്ട് ദുഃഖിത എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് ദുഃഖിതരായിരുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും സൂചിപ്പിക്കുന്നു. കൂടുതൽ ആളുകൾ ഉള്ളയിടത്താണ് ദുഃഖിതർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ: ഒന്ന്, പിക്കിലു അശാന്തരായിരുന്നു, അമ്മ അശാന്തയായിരുന്നു, അവർ അശാന്തരായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് ഉപന്യാസം തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ ബാലാമണി അമ്മയുടേതാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതത്വം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികളാണ്. മനസ്സിലെ കിളി എന്ന കഥ, മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ കവിതാ ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ അല്ലെ, സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം എഴുതാം. സ്വാതന്ത്ര്യം പോലെ മഹത്തരമായത് മറ്റൊന്നും തന്നെയില്ല. ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്നത്. അത് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും തന്നെയില്ല. സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലൂടെ പറന്നു നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനസ്സിലെ കിളി എന്ന കഥയിൽ പിക്കിലു എന്ന കുട്ടിയും മൈനയും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. കൂട്ടിൽ നിന്ന് തന്നെ വിട്ടയക്കുക, ഞാൻ ആകാശത്ത് പറന്നു നടക്കട്ടെ എന്നാണ് ബാലാമണി അമ്മയുടെ കവിതയിലെ കിളി പറയുന്നത്. കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. ഭക്ഷണവും വെള്ളവും സംരക്ഷണവും ഒക്കെ കിട്ടിയാലും കൂട്ടിലടക്കുന്നതിലൂടെ കിളിയുടെ പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവഗണിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ അനുവദിക്കുന്നില്ല. സ്വതന്ത്ര അമൃതിന് തുല്യമാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിതമില്ല. സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന അവസ്ഥ മരണത്തേക്കാൾ ഭയാനകമാണെന്ന് കുമാരനാശാൻ തന്റെ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും എന്ന പോലെ ഓരോ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നത് പ്രധാനമാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കൂട്ടുകാർക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ എഴുതി ചേർക്കാൻ പറ്റും. അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്കിലു. അവന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? എന്തൊക്കെയാണ്? അവന്റെ രൂപം, പ്രായം, വേഷം, സ്വഭാവം, പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ, കിളികളോടുള്ള ഇടപെടലുകൾ. ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനുള്ള കഥാപാത്ര നിരൂപണം എഴുതി നോക്കാം. മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്കിലു. പക്ഷികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അതിയായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരുന്നു അവന്റെ പെരുമാറ്റം. അവന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെ ആഹ്ലാദത്തോടും നോക്കിക്കാണുകയും ചെയ്യുന്നതിലൂടെയാണ്. അവൻ എന്നു രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും. തേനീച്ചകളെയും കണ്ടും അവൻ ആനന്ദിക്കും. ഒരിക്കൽ ഒരു മൈനയുടെ കരച്ചിൽ കേട്ടെത്തിയ പിക്കിലു കണ്ടത് അവന്റെ ചേട്ടനായ ടോട്ടൻ ഒരു മൈനയെ പിടിച്ച് കാൽ കെട്ടി കൂട്ടിൽ അടച്ചിരിക്കുന്നതാണ്. മൈനയെ അവൻ മോചിപ്പിക്കുകയും അമ്മയുടെ സഹായത്തോടെ അതിന്റെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടുകയും ചെയ്തു. അത് അതിന്റെ അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു അവൻ. പിറ്റേന്ന് അതിനെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവൻ സന്തോഷമായത്. അവന്റെ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹവും കരുണയും എല്ലാം ഈ കഥയിൽ പ്രകടമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പിക്കിലുവിനെ കുറിച്ച് എഴുതാം. അടുത്തത് സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാം എന്നുള്ളതാണ്. മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക. ചെറു സംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ അത് ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഔചിത്യം കണ്ടെത്താം. ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു? ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്നത് എത്രത്തോളം അനുയോജ്യമായതാണ് ഈ ഒരു പാഠഭാഗത്തിന് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം.
ഈ യൂണിറ്റിലെ പ്രകൃതിയോടുള്ള ആദരവും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാനുള്ള ക്ഷണവുമാണ് പ്രതിപാദിക്കുന്നത്. ഒപ്പം പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണമെന്നും പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര ദൃശ്യങ്ങൾക്ക് നാളത്തെ തലമുറകൾ കൂടി അവകാശികളാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളത്തോളിൻ്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതാഭാഗം ഒരു കുന്നിൻ്റെ വിദൂരവും സമീപസ്ഥവുമായ കാഴ്ചകളെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. പ്രകൃതിയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പിക്കിലു എന്ന കുട്ടിയിലൂടെയും മൈനയിലൂടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടെ പെരുമാറാൻ മനസ്സിലെ കിളി എന്ന പാഠഭാഗം നമ്മോട് പറയുന്നു. പൂക്കളും പൂമ്പാറ്റകളും മഴയും മലയും കാടും മനുഷ്യരും ചേർന്ന പ്രകൃതി നമുക്ക് മുന്നിൽ അനന്തമായ സൗന്ദര്യം തുറന്നു തരുന്നു. ഈ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർമ പകരുന്ന ഇളം കാറ്റുപോലെ പ്രകൃതിയുടെ സൗന്ദര്യവും സംരക്ഷണവും സ്വാതന്ത്ര്യം എന്ന അവകാശവും പകർന്നു നൽകുന്ന ഈ യൂണിറ്റിന് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്ന ശീർഷകം എന്തുകൊണ്ടും ഉചിതമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പാഠഭാഗങ്ങളും നമ്മൾ വിശകലനം ചെയ്തിട്ട് വേണം എഴുതാൻ. അടുത്തതായിട്ട് കാഴ്ചാനുഭവം എഴുതാമെന്നുള്ളതാണ്. ആകാശം നിറച്ച് വിളറി കിടക്കുകയാണ്. നേർത്ത മഞ്ഞിൻ പടലങ്ങൾ അകലത്തെ മരക്കാടുകൾക്കിടയിൽ ഊളിയിട്ട് കളിക്കുന്നു. മരക്കൂട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കടന്നാൽ കാണുന്ന കുന്നുകൾ വെട്ടിത്തെളിച്ചു നഗ്നമാക്കിയിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ഉച്ചനേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിട നോക്കി നിൽക്കാറുണ്ട്. നോക്കത്തുന്നേരം മുഴുവൻ കുഴമഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാം. ദിവസങ്ങൾ പച്ചയുടെയും വെളുപ്പിൻ്റെയും ലോകത്തിൽ നിത്യവും മാറ്റങ്ങൾ വരുത്തുന്നു. അവസാനം അങ്ങിങ്ങായി വെണ്മയുടെ വീണുകിടക്കുന്ന മേഘക്കീറുകൾ, ഉരുകിത്തീരാത്ത ശിശിരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ബാക്കി നിൽക്കുന്നു. മലനിരകൾ മാസങ്ങൾക്കു ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യാഹ്നങ്ങൾ. വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകൾ മഞ്ഞുരുകിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു. ഇന്നലെയുടെ കണ്ണീർ ചോലകൾ. അവൾ നോക്കി നിൽക്കെ നരച്ച ആകാശം തെളിഞ്ഞു. പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളവെയിൽ പരന്നു. താഴ്വരയിൽ നടപ്പാതയുടെ വളവിൽ കൂറ്റൻ ബർച്ചുമരത്തിന്റെ നനവുള്ള ഇലച്ചാർത്തുകൾ തിളങ്ങുന്നു. മഞ്ഞും മേഘവും കലർന്നു നിന്ന വിദൂരതയിൽ കൊടിമുടിയുടെ നരച്ച ശിരസ്സുകൾ തെളിയുന്നു. മഞ്ഞാണ് MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് മഞ്ഞ്. അതിലെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാ ഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ വയൽ കാഴ്ചകളെ, പുഴയോര കാഴ്ചകളെ, ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള ഒരു കാഴ്ചാനുഭവം വർണ്ണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ വയലുകളും പുഴകളും ആകാശ കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വർണ്ണിച്ച് പറയുക. അതോടുകൂടി ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നീളും ഈ യാത്ര തൻ വിസ്മയങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.